ലെറ്റ് us സ്പീക്ക്. ഇവിടെ നമുക്ക് സ്പീക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത കൊണ്ടിട്ട് നിങ്ങൾ സ്പീക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രമേ പറയുന്നുള്ളൂ. ഐ വിൽ ടെൽ യു ദ ആൻസേഴ്സ് ബട്ട് ഇറ്റ് മേ ചേഞ്ച്. ഞാൻ ആൻസർ പറയാം. ആക്ടിവിറ്റി 1 ആണ്. വിച്ച് ക്യാരക്ടർ ഡിഡ് യു ലൈക്ക് ദ മോസ്റ്റ്, വൈ? ഇപ്പോൾ ഈ കഥ കേട്ടു, നമ്മൾ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് കണ്ടു. ഈ കഥയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് ഏതാണ് എന്നാണ് ചോദ്യം. എന്നിട്ട് വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട്, വൈ ഡിഡ് യു ലൈക്ക് ദറ്റ് ക്യാരക്ടർ. ഇപ്പോൾ സപ്പോസ് ഐ ആസ്ക് യു ദ ക്വസ്റ്റ്യൻ, സം ഓഫ് യു മേ ലൈക്ക് ടിൽ, സം ഓഫ് യു മേ ലൈക്ക് ആർച്ച്ഡ്യൂക്ക്, സം ഓഫ് യു മേ ലൈക്ക് ജസ്റ്റർ, അല്ലേ? ഈ 3 ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് അത്യാവശ്യം നല്ലത് എന്ന് പറയാൻ ഉള്ളത്. ബാക്കിയാലും കൊള്ളൂലെന്ന്, നല്ലതല്ലെന്നല്ല, എങ്കിലും ഇറ്റ് ഡിപ്പെൻസ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറും. ഇപ്പം ഞാൻ പറയുന്ന ആൻസർ ആയിരിക്കില്ല നിങ്ങളുടെ ആൻസർ. ഓരോരുത്തർക്ക് ഓരോ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിലെ സിനിമ, ഇപ്പം ചിലർക്ക് ചില സിനിമയിൽ വില്ലനെ വരെ ഇഷ്ടപ്പെടുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഇഷ്ടമാണ് നമുക്ക് ആ സിനിമ ഈ സ്റ്റോറിയിലെ ഏത് ക്യാരക്ടറിനെയാണ് നമുക്ക് ഇഷ്ടം എന്നുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ സ്പീക്കാണ് ഇവിടെ വരുന്ന ദ തേർഡ് വൺ. ലിസൺ കഴിഞ്ഞു, റൈറ്റ് കഴിഞ്ഞു, സ്പീക്കാണ്. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സ്പീക്ക് ചെയ്യണേന്ന്. അപ്പോൾ എന്താണ് വിച്ച് ക്യാരക്ടർ ഡു യു ലൈക്ക് ദ മോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ സപ്പോസ് മിസ് ഒരു എക്സാമ്പിളിന് ചില്ല് പറയാം. ടിൽ ഇസ് മൈ ഫേവറേറ്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ദ മിസ്റ്റീരിയസ് പിക്ചർ. അങ്ങനെ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ വൈ എന്ന് പറയുമ്പോൾ ടിൽ വാസ് പുവർ മാൻ ബട്ട് സ്റ്റിൽ ഹി ഡിഡ്ന്റ് ലാക്ക് ദ സെൻസ് ഓഫ് ഹ്യൂമർ. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അല്ലേ, ഒരാളെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. പുവറാണ് പക്ഷെ എന്നിട്ടും ആ സെൻസ് ഓഫ് ഹ്യൂമർ കീപ്പ് ചെയ്യാണ്. അത്രയും കഷ്ടപ്പാടിലും സ്വന്തം ജീവിതത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആ രീതി, ദാറ്റ് ഈസ് ഗുഡ് അല്ലേ. പിന്നെന്താണ്, ഇറ്റ് ഇസ് എ വെരി ഗുഡ് ഫ്ലെമിഷ് പെയിന്റർ ആണ്, അതും ഒരു കാര്യമാണ്. പിന്നെ ഹൗ ഹി ഹാൻഡിൽ ദ സിറ്റുവേഷൻ ആൻഡ് ഓവർകം ഇറ്റ് അല്ലേ. എങ്ങനെയാണ് സിറ്റുവേഷൻ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാലോ, പ്രോബ്ലം വന്നില്ലേ പടം വരക്കണതിനെ കുറിച്ച്, അതെങ്ങനെ ഓവർകം ചെയ്തു, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് മിസ്സിന് ടില്ലിനെ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. അപ്പം നമുക്ക് ആക്ടിവിറ്റി 2 സെക്കൻഡ് വൺ എന്നല്ലേ പറഞ്ഞത്. അപ്പം ആക്ടിവിറ്റി 2 ഏതാന്ന് നോക്കാം. ഡിഡ് ദ സ്റ്റോറി മേക്ക് യു ഫീൽ ഹാപ്പി, ആംഗ്രി, ടയേർഡ് ഓർ ബോർഡ്, വൈ? അപ്പം നമുക്ക് ഈ സ്റ്റോറി കേട്ടിട്ട് സന്തോഷമാണ്, ദേഷ്യമാണ്, ടയേർഡ്നെസ് തോന്നിയ, ബോറടിച്ചാ? ബോറടിച്ചില്ലല്ലോ, ഒട്ടും ബോറടിച്ചില്ല, നല്ല കഥയായിരുന്നില്ലേ. അപ്പോൾ ഇതിലേതാണ് തോന്നിയത്? എന്തായാലും ബോറടിച്ചില്ല എന്ന് മിസ് പറഞ്ഞു. അപ്പോൾ ഹാപ്പി ആണോ, ആംഗ്രി ആണോ, ടയേർഡ് ആണോ? ടയേർഡും ഇല്ല. എന്താ ക്ഷീണം തോന്നിയാ? നോ, ക്ഷീണമൊന്നും തോന്നിയില്ല. ഹാപ്പി ആണോ, ആംഗ്രി ആണോ? സങ്കടം വന്നോ, സന്തോഷം വന്നോ, ദേഷ്യം വന്നോ? എന്തായിരുന്നു വന്നേ? സന്തോഷമല്ലേ വന്നേ? എന്തായിരുന്നു സന്തോഷത്തിന് കാരണം? വൈ. എല്ലാ ക്വസ്റ്റ്യനും ഒരു വൈ ഉണ്ടല്ലേ അല്ലേ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ തീർത്തു എന്നല്ല, പിന്നെ അതിന് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാ കഥ കേട്ടിട്ട് ഹാപ്പിനെസ് വന്നേ? എന്തെങ്കിലും റീസൺ ഉണ്ടോ ഹാപ്പിനെസ് വരാൻ? ഒബ്വിയസ്ലി നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലും ഇതുപോലത്തെ സിറ്റുവേഷൻസ് വരാം. അപ്പൊ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ഇങ്ങനെ ഒളിച്ചോടാനല്ല പറയാ, എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? രണ്ടുപേരെയും തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? ആരെയും തൃപ്തിപ്പെടുത്താൻ പറ്റില്ലല്ലോ. സോ ഈ കഥ നമുക്ക് തരുന്ന പാഠം അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഒരു മോറൽ എന്ന് പറയുന്നത്? എന്താണ് മോറൽ? എന്തെങ്കിലും മോറൽ തരുന്നുണ്ടോ? ടില്ലിന്റെ ക്യാരക്ടറിനെ വെച്ചിട്ട് അനലൈസ് ചെയ്യാം നമുക്ക് സ്റ്റോറി. അതുകൊണ്ട് നമുക്ക് പറയാം ഹാപ്പി ആണോ, ആംഗ്രി ആണോ? ആംഗ്രി തോന്നേണ്ട ആവശ്യമുണ്ടോ? ടില്ല് ഇവിടെ പറ്റിക്കണേന്നല്ലല്ലോ. ദ എംബറേഴ്സ് ന്യൂ ക്ലോത്ത്സ് പോലെ ടില്ല് ഇവിടെ പറ്റിക്കണില്ല. ടില്ലിന് പറ്റിക്കേണ്ട ആവശ്യമില്ല. കാരണം ടില്ല് ഒരു നല്ല പെയിന്ററാണ്, അല്ലാതെ വെറുതെ നുണ പറഞ്ഞ് വന്നതല്ല ഞാൻ പെയിന്ററാണ്. അപ്പൊ പെയിന്റർ എന്ന നിലയിൽ ടില്ല് പറ്റിക്കണല്ല. പിന്നെന്താ പ്രശ്നം എന്ന് വെച്ചാല് ടില്ലിന് പറ്റിക്കേണ്ടി വന്നു അല്ലേ. പക്ഷെ അതെന്തുകൊണ്ടാ? സ്വന്തം ജീവന നിലനിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തായാലും കൊല്ലപ്പെടുന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നോണ്ട്, ഡു ഓർ ഡൈ സിറ്റുവേഷൻ വന്നുകൊണ്ടിട്ടല്ലേ. അപ്പൊ ഹാപ്പിനെസ് തോന്നിയതിന്റെ റീസൺസ് നമുക്ക് പറയാം. എന്തായിരിക്കും റീസൺസ് പറയാൻ പറ്റുക? എന്തുകൊണ്ടാണ് ഈ കഥ കേട്ടപ്പോൾ സന്തോഷം തോന്നിയത്? ഹൗ ഈ ഓവർകം, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഓവർകം ചെയ്യാം, ട്രബിൾസ് ഓവർകം ചെയ്യാം. ഫസ്റ്റ് തിങ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ട്രബിൾസിനെ ഓവർകം ചെയ്യാൻ പറ്റും. ദർ ഇസ് എ ഹോപ്പ് എന്നൊരു പ്രതീക്ഷ നമുക്ക് ഈ സ്റ്റോറി തരുന്നുണ്ട്. നിങ്ങളുടെ റീസൺസ് വേറെ ആയിരിക്കാം കേട്ടോ. എൻ്റെ റീസൺസ് ആണ് ഞാൻ പറയുന്നത്. ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. പറഞ്ഞു ഈ സ്റ്റോറി കേട്ടിട്ടുള്ള ഈ അനലൈസേഷൻ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്ക് വേറെ ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇതിൽ ഹാപ്പിനെസ് ആണ് തോന്നിയതെന്നാണ് എൻ്റെ അഭിപ്രായം. ആംഗ്രി, ടയേർഡ് ഓർ ബോർഡ് ഒട്ടും വരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വരുമോ? വരില്ല. അപ്പൊ ഹാപ്പിനെസ് ആണ് മിസ്സിന് തോന്നിയത്. ഹാപ്പിനെസിന്റെ റീസൺ എന്ന് വെച്ചാൽ ഒരു ഗുഡ് എൻഡിങ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ദ ട്രൂത്ത് ഇസ് റിവീൽഡ്. അറ്റ് ലാസ്റ്റ് അല്ലേ ട്രൂത്ത് റിവീൽ ആവണുണ്ട്. ജസ്റ്റർ ആണെങ്കിലും അവിടെ ട്രൂത്ത് റിവീൽ ആവണുണ്ട്. ടില്ല് മൂവ് ഓൺ ചെയ്യണമുണ്ട്, അവിടെ നിന്ന് പോകണമുണ്ട്. സോ സ്റ്റോറി ഈസ് ഹാവിങ് എ ഗുഡ് എൻഡ് ആണ്. ആൻഡ് ഓൾസോ ഹൗ ഹി ഓവർകം ഓൾ ദീസ് ട്രബിൾസ് ഇൻ ദറ്റ് പാലസ്, അതൊക്കെ നമുക്ക് പറയാം.
പിന്നെ ഹൗ ഡു വി എക്സ്പെക്ട് അതേഴ്സ് ടു റിയാക്ട്. കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മളുടെ ആ പെർഫെക്റ്റ്നെസ് എന്ന് പറഞ്ഞ ഒരു തിയറി ഇല്ലേ, എനിക്ക് ഇങ്ങനെ വന്നാൽ മാത്രമേ ഭംഗിയുള്ളൂ, എനിക്ക് അങ്ങനെയാണെങ്കിൽ ഭംഗിയില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ലേ, ഫിസിക്കൽ അപ്പിയറൻസസ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ള കുറേ കാര്യങ്ങൾ ഈ സ്റ്റോറിയിലും പറയുന്നുണ്ട്. ഫിസിക്കൽ അപ്പിയറൻസ് മാത്രമാണോ ഭംഗി എന്ന് പറയണത്? അല്ലല്ലോ. നമ്മുടെ സ്വഭാവം ഭംഗിയുള്ളതാണെങ്കിൽ നമ്മളും ഭംഗിയുള്ളത് തന്നെയല്ലേ, അല്ലേ? അപ്പൊ അതൊക്കെയാണ് മിസ്സിന്റെ റീസൺസ്. നിങ്ങളുടെ റീസൺസ് നിങ്ങൾക്ക് പറയാം. സോ പറയണം, ഇംഗ്ലീഷിൽ പറയണം. സോ ലെറ്റ് സ്പീക്ക്. Next activity, let us discover how grammar works. Grammar കേൾക്കുമ്പോൾ തന്നെ എന്താ തോന്നണേ? ഗ്രാമർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കിത് ദേഷ്യം, ഉറക്കം ഒക്കെ വന്ന ബോറടി അല്ലേ? ആണോ? ഏയ്, നല്ല പിള്ളേരാ, ബോറടി ഒന്നുമില്ല. ഗ്രാമർ എന്താ? ഇംഗ്ലീഷിന് ഗ്രാമർ കൊടുക്കുന്ന സാധനമാണ് നമ്മുടെ ഗ്രാമർ സോറി അല്ലേ? ഗ്ലാമർ ഇല്ലെങ്കിൽ കാണാൻ കൊള്ളില്ല എന്ന് ഫിസിക്കൽ അപ്പിയറൻസിൽ ഇപ്പോൾ പറഞ്ഞല്ലേ, എന്നെ ഗ്ലാമർ ആയിട്ട് വരച്ചോളണം എന്ന് എത്ര പേരാ വന്നിട്ട് എന്നോട് പറഞ്ഞേ. അപ്പോൾ ഇംഗ്ലീഷ് എഴുതുമ്പോൾ, ഇംഗ്ലീഷ് പറയുമ്പോൾ ആ ഗ്രാമർ കണ്ടന്റ് അവിടെ ശരിയല്ലെങ്കിൽ എന്ത് പറ്റും? കാണാൻ ഗ്ലാമർ ഉണ്ടാവില്ല ഇംഗ്ലീഷിന്. ഓക്കെ, അപ്പൊ ഗ്രാമർ പഠിച്ചേ പറ്റൂ, ഗ്രാമർ അറിയാൻ വേണം. ഓക്കെ, ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? Look at the sentence from the story. You are a very talkative fellow, aren't you? ഓക്കെ, ഇവിടെ എന്താണ് സെന്റൻസ്? നമ്മൾ വായിച്ചിട്ട് നമുക്ക് മലയാളത്തിൽ പറയാം. യു ആർ എ വെരി ടോക്കറ്റീവ് ഫെല്ലോ. നിങ്ങളൊരു ഭയങ്കര സംസാരപ്രിയനാണ് അല്ലേ? നിങ്ങളാണോ? ആർന്റ് യു? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സെന്റൻസ് എന്ന് പറയുന്നത് യു ആർ എ വെരി ടോക്കറ്റീവ് ഫെല്ലോ എന്ന് പറയുന്ന സെന്റൻസ് എന്താണത്? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് എന്താ? അതിലെന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടോ? നിങ്ങളൊരു സംസാരപ്രിയനാണ് അല്ലേ? അവിടെ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്തേക്കണമെങ്കിൽ ഇവിടെ ആർന്റ് യു എന്നുള്ളത് നെഗറ്റീവാണ്. നിങ്ങളാണോ ചെയ്തത്? നിങ്ങളാണോ അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്താണത്? ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഇത് ഒരു നെഗറ്റീവ് ടാഗ് ആണ്. ഓക്കെ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ a short question put at the end of a sentence is a question tag. മനസ്സിലായല്ലോ? ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഫുള്ള് ക്വസ്റ്റ്യൻ ആണോ? അല്ലല്ലോ. ഇതൊരു ഇത്രയും കോമ വരെ നമുക്ക് അതൊരു സ്റ്റേറ്റ്മെന്റാ. അത് കഴിഞ്ഞപ്പോഴാണ് അതൊരു ക്വസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, ബിക്കോസ് ഇറ്റ് ഇസ് എ ഷോർട്ട് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്മൾ സാധാരണ സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെയാണ്? വേർ ഇസ് യുവർ ഹോം? WH ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? WH ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടിട്ടുണ്ടോ? ഓക്കെ, വേർ ഇസ് യുവർ ഹോം, അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വരാം. അപ്പൊ വേർ ഇസ് യുവർ ഹോം എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കണം. അത് ഫുള്ള് ക്വസ്റ്റ്യൻ ആണ്, അതിൽ സ്റ്റേറ്റ്മെന്റ് ഇല്ല. പക്ഷെ ഇവിടെ യു ആർ എ വെരി ടോക്കറ്റീവ് ഫെല്ലോ, ആർന്റ് യു? ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ബാക്കിൽ എന്താണ്? ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ വരണുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വസ്റ്റ്യൻ ടാഗ്. A question tag is generally used in a conversation. നമ്മൾ സംസാരിക്കുമ്പോഴാണ് ആ ക്വസ്റ്റ്യൻ ടാഗ് മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത്. അല്ലെ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി യൂസ് ചെയ്യണതല്ല. ടു കൺഫേം എ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ്. ഞാൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാൻ വേണ്ടി, കൺഫേം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഷോർട്ട് ക്വസ്റ്റ്യനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ക്ലിയർ? മനസ്സിലായല്ലോ അല്ലേ? ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ്മെന്റ് ബാക്കിലാണ് അത് വരുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറക്കരുത്. ക്വസ്റ്റ്യൻ തന്നെയാണ് ലാസ്റ്റ് വരുന്നത്, ഫുൾ സ്റ്റോപ്പ് ഇടരുത് കേട്ടോ. ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. അപ്പൊ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗും, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗും ആയിരിക്കണം വരേണ്ടത്. ഇത് ക്വസ്റ്റ്യൻ ടാഗ് യൂസ് എന്താണ്? കൺഫേം ദ സ്റ്റേറ്റ്മെന്റ്. അതായത് സത്യമാണോ ശരിയാണോ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനാണ് കേട്ടോ. മനസ്സിലായല്ലോ? നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഇനി നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി എന്താണ്? നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ് കേട്ടോ. The following 10 sentences are about a friend of yours in the class. You may seek up a confirmation on the statement made. Some hints are provided for you. അപ്പോൾ കുറച്ച് നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടിനെ കുറിച്ച്, ഒരു ഫ്രണ്ടിനെ കുറിച്ചുള്ള കുറച്ച് 10 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇനിയുള്ളത്. ഓക്കെ, 10 സ്റ്റേറ്റ്മെന്റ്സ് ആണ് പറഞ്ഞേക്കുന്നത്. ആ 10 സ്റ്റേറ്റ്മെന്റ്സിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ? ഇതാണ് സ്റ്റേറ്റ്മെന്റ്സ്. ഇവിടെ മിസ് ആൻസർ ഒന്നും എഴുതിയിട്ടില്ല. ആക്ടിവിറ്റി 1, യു ഡാഷ് സാൻഡ്ര ആർന്റ് യു. ഒരു സ്പെഷ്യാലിറ്റി മിസ് പറഞ്ഞുതരാം. ഇവിടെ ആർന്റ് യു ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പോൾ ഇത് പോസിറ്റീവ് ആണ്.
പിന്നെ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന വേർബ് എന്ന് പറയുന്നത് ആറാണ് അല്ലേ. സപ്പോർട്ടിങ് വേർബ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് ആറാണ്. ആറൻറ്റ് എന്നുള്ളത് വരുമ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും ആറാണ് യൂസ് ചെയ്യുക. യു ആർ സാൻഡ്ര, ആറൻറ്റ് യു. മനസ്സിലായോ? അതാണ് ഫസ്റ്റ് വൺ. ഇനി സെക്കൻഡ് വൺ വന്നത് വേണു ആൻഡ് രേഷ്മ. എന്താണ് വേണു ആൻഡ് രേഷ്മ? എന്താണ് അവർ രണ്ടുപേരും നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ വേറെ ഫ്രണ്ട്സ് ആണെന്ന് വിചാരിക്കുക. വിസിറ്റഡ്. വേണു ആൻഡ് രേഷ്മ വിസിറ്റഡ് യുവർ പാരൻസ്. എന്താണ് വിസിറ്റഡ് യുവർ പാരൻസ് വന്നിട്ട് ഡിഡൻ ദേ. അവർ നിങ്ങളുടെ പാരൻസിനെ വിസിറ്റ് ചെയ്തോ എന്നാണ് ചോദിക്കണം. ഒരു കൺഫർമേഷൻ ആണ് വരുന്നത്. ഓക്കെ, അതാണ് ഡിഡൻ ദേ വന്നത്. യുവർ ഫാദർ വർക്ക്സ് ഇൻ എ ബാങ്ക് അല്ലേ. ബാങ്കിലാണോ വർക്ക് ചെയ്യുന്നത്? അപ്പൊ ബാങ്കിലല്ലേ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് അല്ലേ എന്നുള്ള ആ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ് അവിടെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്? ഡസൻറ്റ്. ഡസൻറ്റ് ആണ്, ഡസൻറ്റ് ഹി. നെക്സ്റ്റ് ഇസ് യുവർ മദർ ഇസ് എ ഹൗസ് വൈഫ്. എന്താണ് മദർ ഇസ് എ ഹൗസ് വൈഫ്? ഇസ് വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇസൻറ്റ് ഷീ. ഓക്കെ, ശ്യാം ആൻഡ് സായന്ത് ആർ. എന്താണ് അവര് രണ്ടുപേരും സാൻഡ്രയാണ്. അപ്പൊ സാൻഡ്രയുടെ ബ്രദേഴ്സ് ആണ് കേട്ടോ ഇവര്. ആർ യുവർ ബ്രദേഴ്സ്? ആറൻറ്റ് ദേ. മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് എഴുതണേന്ന്? ക്ലിയർ? ഇനി യുവർ ഹോബി. അപ്പൊ നമ്മൾ ആ ഫ്രണ്ടിനെ കുറിച്ച് കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവർ ഹോബി ഇസ് കളക്ടിങ് സ്റ്റാമ്പ്സ്. കോമ വേണം, അത് കഴിഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ടാഗ് വരിക. ഇസൻറ്റ് ദേ വരൂലല്ലോ, ഇറ്റ് വരുള്ളേ. കാരണം ഒരു തിങ്ങിനെ കുറിച്ചല്ലേ നമ്മൾ ചോദിക്കുന്നത്. യു വേക്കപ്പ്. വേക്കപ്പ് എന്താണ്? യു വേക്കപ്പ് അറ്റ്, എത്ര മണിക്ക് വേണമെങ്കിലും എഴുന്നേക്കാട്ടോ. യു വേക്കപ്പ് അറ്റ് 5 o'clock. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് വരിക? ഡോണ്ട് യു. 5 മണിക്ക് തന്നെയല്ലേ എഴുന്നേക്കുന്നത്. യു ഹാവ് ബീൻ സ്റ്റഡിയിങ്. എന്താണ് എത്ര മണിക്കൂർ വേണമെങ്കിലും ആവാം. 3 hours. haven't you? ഓക്കെ, haven't you ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് മിസ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടാത്തത് കേട്ടോ. ക്വസ്റ്റ്യൻ ഓൾറെഡി ഉണ്ട്. യു സ്റ്റഡീഡ് അറ്റ് എവിടെയെങ്കിലും. ചെന്നൈ നമുക്ക് എഴുതാം. ബിഫോർ കമ്മിങ് ഹിയർ. എന്താണ് ഡിഡൻറ്റ് യു? പഠിച്ചോ? അവിടെയാണോ പഠിച്ചേ എന്നാണ് ചോദിക്കുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സാൻഡ്രനെ കുറിച്ച് നമുക്ക് ഇവിടെ ചോദിക്കാം. എന്താണ് യു ആർ വെരി ഇന്റലിജന്റ്. നിനക്ക് ഭയങ്കര ബുദ്ധി ഉണ്ടാവുന്ന ചോദിക്കണം കേട്ടോ. യു ആർ വെരി ഇന്റലിജന്റ് എന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം ആറൻറ്റ് യു. ഈ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് ഈ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാം കേട്ടോ. കാരണം നിങ്ങളുടെ ഫ്രണ്ടിനെ കുറിച്ച്, അതായത് സാൻഡ്ര എന്ന ഫ്രണ്ടിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുന്ന ലാസ്റ്റത്തെ ചോദ്യം ഇറ്റ് ഇസ് അപ് ടു യു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചോദിക്കാം. യു ആർ വെരി ഇന്റലിജന്റ് ആറൻറ്റ് യു. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ ഇത്. ഇനി മിസ് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ അല്ലെ. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ എൻഡില് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഇനി നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വരുമെന്ന് പറഞ്ഞു. അപ്പൊ അതിനൊരു എക്സാമ്പിളും കൂടി മിസ് കാണിച്ചു തരാവേ. യു ഡോണ്ട് സ്പീക്ക് ഫ്രഞ്ച് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് ടാഗ് എന്ത് വരും? ഒരു മിസ് ഇതൊന്ന് ക്ലിയർ ചെയ്തേക്കട്ടെ. ഓക്കെ, ഞാൻ ആ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റും നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആ ഒരു ഡിഫറൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. യു ഡോണ്ട് സ്പീക്ക് ഫ്രഞ്ച്. അപ്പോൾ ഇവിടെ ഡോണ്ട് എന്നുള്ള ഓൾറെഡി എന്ത് വന്നു? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വരണ്ടേ? ഡു യു. കണ്ടാ ഇവിടെ ഡോണ്ട്. ഇത്രയും നേരം നമ്മൾ ആറൻറ്റ് യു, ഡിഡൻറ്റ് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലാസ്റ്റ് വേണ്ടത് നമ്മൾ എന്താ പറഞ്ഞാൽ യു ഡോണ്ട് സ്പീക്ക് ഫ്രഞ്ച്, ഡു യു.
ഇത് നെഗറ്റീവ് വന്നത് കൊണ്ടിട്ടാണ് നമ്മൾ ഇതിനെ പോസിറ്റീവ് ആക്കിയത്. മനസ്സിലായല്ലോ? അതെപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ഒബ്വിയസ്ലി ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലിയർ? ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഗ്രാമർ ആണ് പഠിക്കുന്നത്. ഗ്ലാമർ വേണ്ടേ ഇംഗ്ലീഷിനെ? ഓക്കെ. While speaking to the Archduke, Till always uses highly respectful language. അല്ലേ? ആക്ടിവിറ്റി 2 എന്താണ് പറയുന്നത്? ടില്ല് ആർച്ച്ഡ്യൂക്കിനോട് സംസാരിക്കുമ്പോൾ ഭയങ്കര പൊളൈറ്റ്ഫുൾ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. റെസ്പെക്ട്ഫുൾ ആണ്. ഫോർ എക്സാമ്പിൾ, മേ യുവർ ഹൈനസ് പാർഡൺ മീ ഫോർ മൈ റാഷ്നസ് ഇൻ തിങ്കിങ് ദാറ്റ് വൺ ഓഫ് മൈ പെയിന്റിങ്സ് വിൽ പ്ലീസ് യുവർ ഹൈനസ്. ആ സ്റ്റേറ്റ്മെന്റ് ഓർമ്മയില്ലേ? അങ്ങനെ ഭയങ്കര എന്താണ്, ഫ്രണ്ടിൽ കുറെ സല്യൂട്ടേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഭയങ്കര പൊളൈറ്റ്ലി ആണ് ടില്ല് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. How would this be said in day-to-day conversation? ഇത് നമ്മൾ ഡെയിലി പറയുമ്പോൾ നമ്മൾ ഇത്രയും ഭാഷ ഉപയോഗിച്ചിട്ടാണോ പറയുന്നത്? ഇത്രയും പൊളൈറ്റ്നെസ്സും ഇത്രയും റെസ്പെക്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടാണോ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്? അല്ല. ആണെന്ന് പറയരുത്, അല്ല. ഓക്കെ. അപ്പൊ ഇതില് now match the following one is done for you ആണ്. ഒരെണ്ണം തന്നിട്ടുണ്ട് എക്സാമ്പിൾ, അതാണ് മിസ് റെഡ് കളറിൽ ഇട്ടേക്കുന്നത്. May your highness pardon me or my rashness in thinking that one of my paintings will please your highness. അത് 1 ആണ്. അപ്പൊ please pardon me for thinking that one of my paintings will please you. അത് 1 ആണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? അത് ഓൾറെഡി അവർ ചെയ്തിട്ടുണ്ടല്ലോ. അതായത് ടില്ല് പറയണതും അത് ഹൈലി ഫോർമൽ, ലെസ് ഫോർമൽ വേ. നമ്മൾ സാധാരണ പറയണത് ടില്ല് പറയണത് ഭയങ്കര ഫോർമൽ ആണ്, നമ്മൾ പറയണത് ലെസ് ഫോർമൽ ആണ്. കുറച്ച് ഫോർമാലിറ്റി ഒക്കെ കുറവേ ഉള്ളൂ നമുക്ക്, അല്ലേ? I have painted it specially so that I might lay it at your noble feet. അത് ടില്ല് പറയുന്നതാണ്. ഇവിടെ കുറെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഓൾറെഡി 1 ഓപ്ഷൻ കട്ടാണ്. I hope that picture will please you. അതാണോ? അല്ലല്ലോ. I wish you will make me the coat painter. No, I have been dreaming of dining with you. അതുമല്ല. പിന്നെന്താ? I have painted it specially for you. അതാണ് സെക്കൻഡ് ആൻസർ. ക്ലിയർ? എന്താ? I have painted it specially so that I might lay it at your noble feet എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. I have painted it specially for you എന്നാണ് ആൻസർ വരുന്നത്. ക്ലിയർ? ഇനി എന്താണ്? I have dared to hope that this picture will please you. ഈ മൂന്നാമത്തെ പറഞ്ഞേക്കുന്നത് I have dared to hope that this picture will please you. ടില്ലിന്റെ ലാംഗ്വേജ് ആണ്. ഇവിടെ എന്താണ്? I hope that this picture will please you. അതല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. So that is the third one. Perhaps your highness might wish to offer me the chair of your coat painter who died recently. The ടില്ലിന്റെ ഭാഷ, നമ്മുടെ ഭാഷ എന്താണ്? I wish you will make me the coat painter. അല്ലേ? കോട്ട് പെയിന്റർ ആക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി അഞ്ചാമത്തത്. Your highness, may it please you to remember me and my donkey. Sir, please remember me and my donkey ആണ് fifth one. Sixth one എന്താണ്? I have been feeding myself with dreams of good food and drink at your royal table. I have been dreaming of dining with you. അതാണ് നമ്മുടെ സിക്സ്ത് വൺ, അല്ലേ? സെവൻത് വൺ. My lord, you are the most generous of masters. Sir, you are generous ആണ് നമ്മുടെ സെവൻത് വൺ. ക്ലിയർ? അപ്പൊ നമ്മുടെ മാച്ച് ദ ഫോളോയിങ്. ടില്ലിന്റെ ഭാഷയും നമ്മുടെ ലാംഗ്വേജും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടില്ലേ? നമ്മൾ കോമൺലി യൂസ് ചെയ്യണം. ഇത്രയെങ്കിലും പൊളൈറ്റ് വേണം കേട്ടോ. പ്ലീസ് എന്നൊക്കെ യൂസ് ചെയ്യാം ഇടക്ക്. ഒരു മാജിക്കൽ വേർഡ്സ് എന്നല്ലേ നമ്മൾ അവരെ പറയണം. ഓക്കെ, അത് നമ്മൾ എടുത്തെഴുതിയേക്കണതാണ് ഓൾറെഡി. ടില്ലിന്റെ ലാംഗ്വേജ്. May your highness pardon me on or my rashness in thinking that one of my paintings will please you. Your highness എന്നാണ് ടില്ല് പറയണമെങ്കിൽ പ്ലീസ് പാർഡൺ മീ ഫോർ തിങ്കിങ് ദാറ്റ് വൺ ഓഫ് മൈ പെയിന്റിങ്സ് വിൽ പ്ലീസ് യു. സെയിം ആസ് ദ ഫോളോയിങ് ഇല്ലേ? അത് എടുത്തെഴുതാനുള്ള ആക്ടിവിറ്റി എന്ന് മാത്രമേ ഉള്ളൂ. നത്തിങ്. ഓക്കെ, ഒന്നുമില്ല. ആ സെയിം സെന്റൻസ് ആക്ടിവിറ്റി ആയതുകൊണ്ട് അത് ചെയ്യിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. സ്പേസസ് തന്നിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ സ്പേസ് ഉണ്ട്, അപ്പോൾ അത് ഫില്ല് ചെയ്യുക. I have painted it specially so that I might lay it at your noble feet എന്ന് പറയുമ്പോൾ I have painted it specially for you എന്നാണ്. തേർഡ് വൺ എന്താണ്? I have dared to hope that this picture will please you. I hope that this picture will please you. സിമ്പിൾ അല്ലേ? നമ്മുടെ ഭാഷയല്ലേ സിമ്പിൾ. Perhaps your highness might wish to offer me the chair of your coat painter who died recently. Next എന്താ? I wish you will make me the coat painter. Your highness, may it please you to remember me and my donkey. Your highness, may it please you to remember me and my donkey. എത്രേ ഉള്ളൂ. I have been feeding myself with dreams of good food and drink at your royal table.
I have been dreaming of dining with you. My lord, you are the most generous of masters. So you are, sir, you are generous. അതാണ് നോർമൽ ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി ആണ്, ദാറ്റ് ഇസ് ആക്ടിവിറ്റി 3 ആണ്. അത് ഒരു റൈറ്റപ്പ് ആണ്. റൈറ്റപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ എന്താണ് ചെയ്യേണ്ടതെന്നുണ്ട്. ഒരു നിങ്ങളുടെ ക്ലാസ്സിൽ 8th സ്റ്റാൻഡേർഡിൽ ഒരു സ്റ്റുഡൻറ് ഒരു റൈറ്റപ്പ് എഴുതിയേക്കണേണ്. അതിൽ അപ്രോപ്രിയേറ്റ് വേർഡ് മിസ്സിംഗ് ആണ്. അപ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സ് വെച്ചിട്ട് ആ ബ്ലാങ്ക് ഒന്ന് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സം വേർഡ്സ് ആർ മിസ്സിംഗ് ഇൻ ഇറ്റ്. സെലക്ട് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഫ്രം ദ ബോക്സ് ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ റൈറ്റപ്പ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വേർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ദ ഡൂക്ക് ജസ്റ്റർ ഉണ്ട്, പെയിന്റിംഗ്, എ ബ്ലാങ്ക് വാൾ, ദ പാലസ്, ബാറ്റൻബർഗ്, an interesting character, the entrance, painter, till, he, the story. ഇത്രയും വേർഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാനുള്ളതാണ്. ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഐ ഹാവ് റെഡ്. ഐ ഹാവ് റെഡ് എന്താണ് ഇവിടെ വരിക? ഐ ഹാവ് റെഡ് ദ സ്റ്റോറി അല്ലേ? അപ്പോൾ ഇവിടെ വരുന്നത് ഐ ഹാവ് റെഡ് ദ സ്റ്റോറി. ദ മിസ്റ്റീരിയസ് പിക്ചർ. ഐ ലൈക്ക് ദ ക്യാരക്ടർ. ഏത് ക്യാരക്ടറിനെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയണത്? ഇവിടെ നമുക്ക് ടില്ലിനെ കൊടുക്കാം. ടില്ലാണ് ഉള്ളത്. ഓക്കെ, ടിൽ. ഇനി എന്താണ്? ഇൻ ദ സ്റ്റോറി വെരി മച്ച് ഹീ ഇസ് ഡാഷ്. ഹീ ഈസ് എ ഡാഷ്. ഹീ ഈസ് എ ഡാഷ് എന്ന് പറയുമ്പോൾ എന്താണ്? പെയിന്റർ ആണ് ഇവിടെ ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ ബ്ലാങ്കിൽ വരുന്നതും പെയിന്റർ എന്നാണ്. ഓക്കെ, വി ഗോട്ട് ദ ആൻസർ പെയിന്റർ ദേ. വൺ ഡേ ഹി വിസിറ്റഡ് ഡാഷ് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക് ഓഫ് ഡാഷ്. വൺ ഡേ ഹി വിസിറ്റഡ് എന്താണ്? എന്താ വിസിറ്റ് ചെയ്തത്? The palace അല്ലേ? One day he visited the palace of the Archduke of ഏതായിരുന്നു? Archduke of ബാറ്റൻബർഗ് അല്ലേ? ബാറ്റൻബർഗ്. മിസ് ഇവിടെ അണ്ടർലൈൻ ചെയ്ത് പോണത് നമുക്ക് ആ കൺഫ്യൂഷൻ മാറാനാണ്. കുറേ തരുമ്പോൾ ഇതിൽ ഫില്ലാവാത്തത് നമുക്ക് എടുത്തെഴുതാൻ എളുപ്പമുണ്ടല്ലോ. He was stopped at dash. എവിടെയാണ് സ്റ്റോപ്പ് ചെയ്തത്? At the entrance. കഥ വായിച്ചു കഴിഞ്ഞാലുള്ള ഗുണം അതാണ്. ശ്രദ്ധിച്ചിരുന്നവർക്കും മനസ്സിലാവും. എൻട്രൻസിന്റെ അവിടെയാണ് സ്റ്റോപ്പ് ചെയ്തത്. ആരാ സ്റ്റോപ്പ് ചെയ്തത്? ടു ദ പാലസ് ബൈ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്. ലേറ്റർ എന്താണ്? ലേറ്റർ ഹി വാസ് അലൗഡ്. അപ്പൊ ഇവിടെ അലൗഡ് വന്നേ. ഹീ ആണ് ആ ബ്ലാങ്ക്. He was allowed to meet the Archduke. Till and his companion enjoyed their life in the palace. Everybody praised us. എന്താണ് പ്രൈസ് ചെയ്തത്? Everybody praised us painting. പെയിന്റിംഗ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്വസ്റ്റ്യൻ എന്താണ്? ബട്ട് ഡാഷ് കുഡ് സീ ഒൺലി എ ഡാഷ്. ആരാണ്? ദ ഡൂക്സ് ജസ്റ്റർ അല്ലേ? ഡൂക്ക് ജസ്റ്ററിന് എന്താ കാണാൻ പറ്റിയേ? ഡൂക്സ് ജസ്റ്റർ കുഡ് ഓൺലി സീ എന്താണ് കാണാൻ പറ്റിയത്? ഒരു ബ്ലാങ്ക് വാൾ മാത്രം അല്ലേ? ഒരു ബ്ലാങ്ക് വാള് ആണ് കാണാൻ പറ്റിയത്. കുഡ് ഓൺലി സീ എ ബ്ലാങ്ക് വാൾ. മനസ്സിലായല്ലോ? ആ ബ്ലാങ്ക് വാൾ മാത്രമാണ് ഡൂക്ക് ജസ്റ്ററിനാണ്. അപ്പൊ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ് എടുത്ത് യൂസ് ചെയ്ത് ചെയ്യാനുള്ളതാണ്. ഓക്കെ, കുറെ ആക്ടിവിറ്റീസ് അതിലേ ചെയ്യണേ. ടയർഡായോ? ബോറടിക്കണ്ടോ? കുറച്ചും കൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ വരും. അപ്പൊ നമുക്ക് ആക്ടിവിറ്റി 3 പോകാം. ആക്ടിവിറ്റി 3 എന്താണ്? ആക്ടിവിറ്റി 3 നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ കുഞ്ഞിലെ 8th സ്റ്റാൻഡേർഡിലൊന്നും അല്ല കേട്ടോ, വളരെ കുഞ്ഞു ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ലിങ്ക് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നമുക്കറിയാമെന്ന് നോക്കാമല്ലോ. നമുക്കറിയാം ഇവിടെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് തിരിച്ചെടുത്താൽ മതി. ഓക്കെ, നമുക്ക് ഇവിടെ ഉള്ള സാധനങ്ങളില്ലേ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള വഴി ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുല്ലൊക്കെ പിടിക്കാതെ നോക്കിക്കഴിഞ്ഞാൽ, പുല്ല് പിടിക്കാതെ നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇടക്കിടക്ക് അങ്ങോട്ടുള്ള വഴിയിൽ കൂടെ നടന്ന് പോകണം എന്നാണ് അല്ലേ? അല്ലെങ്കിൽ കാട് പിടിക്കില്ലേ? സെയിം വേ. അപ്പം നമ്മുടെ ബ്രെയിനിലോട്ടുള്ള കാര്യങ്ങൾ ഇടക്കിടക്ക് പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബ്രെയിനിലോട്ടുള്ള വഴിയൊക്കെ ക്ലിയർ ആയിട്ടിരിക്കും. സോ നമുക്ക് പോകാം നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട്. ആക്ടിവിറ്റി 3, the word or words you have used to fill in the above write-up are either nouns or pronouns or noun phrases. അപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ റൈറ്റപ്പിൽ എഴുതിയില്ലേ, കുറേ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ നമ്മൾ കുറേ എഴുതിയില്ലേ, അത് ഒന്നില്ലെങ്കിൽ എന്താണ്? നൗൺ ആണ്, പ്രോനൗൺ ആണ്, അല്ലെങ്കിൽ നൗൺ ഫ്രേസ് ആണ്. അപ്പോൾ നൗൺ എന്താണ്?
നൗൺ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ നെയിമിങ് വേർഡ് അല്ലേ? നെയിമിങ് വേർഡിന് ആണ് നമ്മൾ നൗൺ എന്ന് പറയണം. ഏറ്റവും സിമ്പിൾ മെത്തേഡിൽ നമ്മൾ നെയിം പ്ലേസ് ആനിമൽ തിങ് എന്നൊക്കെ പറഞ്ഞ് കളിക്കാറുള്ള കളിയിൽ ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നെയിമും പ്ലേസും ആനിമൽ തിങ്ങും ഒക്കെ നൗണാണ്. ഓക്കെ, അതാണ് നൗൺ. ഓക്കെ, ഇനി എന്താണ് പ്രോനൗൺ? അപ്പം പ്രോനൗൺ എന്താണ്? പ്രോനൗൺ എന്ന് പറയുന്നത് റീപ്ലേസിങ് നൗൺ ആണ്. പ്രോനൗൺ ഇസ് ഓൾവേസ് റീപ്ലേസസ് നൗൺ. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പണ്ട് പഠിച്ച കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. പ്രോനൗൺ എന്ന് പറയുന്നത് റീപ്ലേസിങ് നൗൺ ആണ്. അപ്പോൾ നൗണിനെ റീപ്ലേസ് ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാഹുൽ ഇസ് ഇൻ്റലിജൻറ്റ്, ഹി ഈസ് സ്റ്റഡിങ് ഫോർ BSc മാത്സ്. ഇവിടെ മിസ് ഉപയോഗിച്ചപ്പോൾ രാഹുൽ ഇസ് ഇൻ്റലിജൻറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് മിസ് സെക്കൻഡ് സെൻറ്റൻസിൽ രാഹുൽ ഇസ് സ്റ്റഡിങ് ഫോർ BSc മാത്സ് എന്ന് പറഞ്ഞു. ഇല്ലല്ലോ, മിസ് എന്താ പറഞ്ഞ? ഹി ഈസ് സ്റ്റഡിങ് ഫോർ BSc മാത്സ് എന്ന് പറഞ്ഞു. അപ്പം എന്താണ്? ഞാൻ രാഹുൽ എന്ന വേർഡിനെ ഹി വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പോൾ രാഹുൽ എന്ന് പറയുന്നത് നൗൺ ആണ്. ആ നൗണിനെ ഞാൻ റീപ്ലേസ് ചെയ്ത് ഹി ആക്കി. കാരണം എപ്പോഴും രാഹുൽ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മൾ ഒരു സെന്റൻസ് എഴുതുമ്പോൾ ആരെക്കുറിച്ച് എഴുതുന്നു? അയാളുടെ പേരാണോ കംപ്ലീറ്റ് ആയിട്ട് എഴുതിക്കൊണ്ട് പോണത്? നമ്മൾ അയാളെ ഹി വെച്ചിട്ടാണ് പിന്നെ പോകുന്നത്. ഹി ലീവ്സ് ഇൻ ഒരു കലൂർ, അങ്ങനെ ഓരോ സ്ഥലവും നമ്മൾ പറയുമ്പോൾ ഹി 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 പറയും, അല്ലാതെ രാഹുൽ രാഹുൽ എന്നല്ല പറയുന്നത്. അണ്ടർസ്റ്റുഡ്? സോ അതാണ് നൗണിനെ റീപ്ലേസ് ചെയ്യുന്നത് പ്രോനൗൺ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തതാണ്, നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഒരു തേർഡ് വൺ പറഞ്ഞിട്ടില്ല ഇവിടെ, അതാരാ? നൗൺ ഫ്രേസ്. ആ നൗൺ ഫ്രേസ് എന്താ? A noun phrase is a word or group of words containing a noun. ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, അതിൽ ഒരു നൗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ, കണ്ടെയ്നിങ് ഒരു നൗൺ ഉണ്ടാവും, അതിനെയാണ് നമ്മൾ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ എക്സാമ്പിളിൽ നമുക്ക് പറയുകയാണെങ്കിൽ ദ ഡൂക്ക് ജസ്റ്റർ എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ജസ്റ്റർ എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് വേർഡായിട്ട് ഇവിടെ വരുന്നത്. ഹെഡ് വേർഡ് ഓർ ഹെഡ് നൗൺ അല്ലേ? ജസ്റ്റർ അല്ലേ അവിടെ മെയിൻ ആള്. ഓക്കെ, ജസ്റ്റർ അല്ലേ വന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ജസ്റ്റർ ആണ് ഇവിടുത്തെ ഹെഡ് നൗൺ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നൗൺസും പ്രോനൗൺസും നൗൺസിനും പ്രോനൗൺസിനും കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ്? പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് കാര്യങ്ങളുണ്ട് അവർക്ക് സ്വന്തമായിട്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദം ഹാവ് സിംഗുലർ ആൻഡ് പ്ലൂറൽ ഫോംസ്. സിംഗുലർ ഫോംസും പ്ലൂറൽ ഫോംസും ഉണ്ട്. ഏകവചനം, ബഹുവചനം നേരത്തെ പറഞ്ഞില്ലേ? അതിൽ സിംഗുലർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നൗൺ ആണെന്നുണ്ടെങ്കിൽ സ്റ്റോറി, സ്റ്റോറീസ്. പ്രോനൗൺ ആണെങ്കിൽ ഐ വി ആകും. ഓക്കെ, ഐ എന്നുള്ളത് വി ആകും. അങ്ങനെ അതാണ് സിംഗുലർ ആൻഡ് പ്ലൂറൽ ഫോംസ്. നൗണിന്റെയും പ്രോനൗണിന്റെയും കാര്യമാണ് പറയുന്നത്. ശ്രദ്ധിച്ചേക്കണേ. ദേ ക്യാൻ എക്സ്പ്രസ് ജെൻഡർ. അവർ ജെൻഡർ എക്സ്പ്രസ് ചെയ്യും. ഇപ്പൊ ഡൂക്ക് അതെന്താണ്? മെയിലാണ്. ഡച്ചസ് എന്ന് പറയുന്നത് ഫീമെയിൽ ആണെന്ന് മനസ്സിലാവില്ലേ? ഹി എന്ന് പറയുന്നത് മെയിലാണ്, ഷീ എന്ന് പറയുന്നത് ഫീമെയിൽ ആണ്. സോ ദിസ് ഇസ് പ്രോനൗൺ ആൻഡ് ദിസ് ഇസ് നൗൺ. അപ്പൊ മനസ്സിലായില്ലേ? അതാണ് വ്യത്യാസം. അപ്പൊ അവർക്ക് ജെൻഡർ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. തേർഡ് പോയിന്റ് എന്താണ്? ദേ ക്യാൻ ബി യൂസ്ഡ് ആസ് എ സബ്ജക്റ്റ്. സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ് സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് ഒക്കെ? ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് വേണ്ടതാണ്. ഹി ലൈക്ക് ദ സ്റ്റോറി. എന്താണ്? ഹി സബ്ജക്റ്റ്, ദിസ് ഇസ് എസ്, ദാറ്റ് ഇസ് സബ്ജക്റ്റ്, ദിസ് ഇസ് വേർബ്, ദിസ് ഇസ് ഒബ്ജക്റ്റ്. അല്ലെങ്കിൽ ഇത് രണ്ടിനെയും കൂടി നമ്മൾ എന്ത് പറയും? പ്രഡിക്കേറ്റ് എന്ന് പറയും. ഓർക്കുണ്ടോ കുട്ടികളെ ഇതൊക്കെ സംഭവം? ഓക്കെ, വേർബിനെ ഒബ്ജക്റ്റിനെ ഒരുമിച്ച് കൂട്ടി നമ്മൾ പ്രഡിക്കേറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ അത് സബ്ജക്റ്റ് എന്തായാലും ഫ്രണ്ടിലുള്ള കാര്യം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എന്ത് നമ്മളിപ്പോൾ പറയാൻ പോണത് എന്താണ്? ദേ ക്യാൻ ബി യൂസ്ഡ് ആസ് സബ്ജക്റ്റ്. ഹി എന്നുള്ളത് സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്തില്ലേ? വരാം. ഉണ്ടോ? സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ടില്ലെന്ന് വരാം. അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആവാം. സ്റ്റോറി ഉണ്ടോ? നൗൺ സ്റ്റോറി വന്നില്ലേ? അത് ഒബ്ജക്റ്റ് ആയി. അല്ലെങ്കിൽ മീ, ഹി എന്താണ്? ഹിറ്റ് മീ എന്ന് പറയുമ്പോൾ എന്താ? മീ അവിടെ വന്നില്ലേ? ഹിം. അങ്ങനെ ഓരോന്നും. ഐ ലൈക്ഡ് ഇറ്റ്, ഐ ലൈക്ഡ് ഇറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് അവിടെ ഇത്. അപ്പൊ സബ്ജക്റ്റ് ആയിട്ടും നൗൺ വരും, ഒബ്ജക്റ്റ് ആയിട്ടും നൗൺ വരും. പ്രോനൗണും സെയിം തിങ്. സബ്ജക്റ്റ് ആയിട്ടും പ്രോനൗണിനെ യൂസ് ചെയ്യാം, ഒബ്ജക്റ്റ് ആയിട്ടും പ്രോനൗണിനെ യൂസ് ചെയ്യാം. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അല്ലേ? മനസ്സിലാവുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ നമ്മളിതൊക്കെ എന്താ പറയണം, നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ്. ദേ ഹാവ് പൊസസീവ് ഫോംസ്. പൊസസീവ് ഫോംസ് എന്ന് പറഞ്ഞാൽ, പൊസസീവ് എന്ന് വെച്ചാൽ എന്താ? ഓണർഷിപ്പ് എന്നുള്ള അർത്ഥത്തിലാണ് പൊസസീവ് വരുന്നത്. ഓണർഷിപ്പ് എന്നുള്ള അർത്ഥം അല്ലേ? നമുക്ക് ഞാൻ ഐ പൊസസ് ദിസ് പെൻ എന്ന് പറയുമ്പോൾ എന്താ? ഇത് എനിക്ക് സ്വന്തമാണെന്നുള്ള അർത്ഥം. അപ്പൊ പൊസസീവ് ഫോംസ് എന്ന് പറയുമ്പോൾ ഓണർഷിപ്പ് ആണ്. കണ്ടാ? ആരുടെ? ജസ്റ്റർ ആരുടെയാ? ഡൂക്സ് ജസ്റ്റർ. ദിസ് ഇസ് മൈ പെൻ, ദിസ് ഇസ് ഹിസ്
കോട്ട്, അല്ലെങ്കിൽ ദിസ് ഇസ് ഹിസ് ബുക്ക് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ ഓരോന്നും ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് പൊസസീവ് ഫോംസ്. അതിന് എന്തുണ്ട്, ഇപ്പൊ ഡൂക്ക് എന്നുള്ളത് നൗണാണ്, ഇതൊക്കെ പ്രോണൗണാണ്. അതിന് പൊസസീവ് ഫോംസും ഉണ്ട്, ആർക്ക്, പ്രോണൗണിനും നൗണിനും. ഇനി ദേ ഷോ സമ്മൺ സംതിങ് ഇസ് സ്പീക്കിംഗ്, ആരാണ് സംസാരിക്കണം എന്ന് പറയാനും ആരുപയോഗിക്കാം നമുക്ക്, നൗണിനെയും പ്രോണൗണിനെയും ഉപയോഗിക്കാം. ഐ വി ഓർ ബീങ് സ്പോക്കൺ ടു, ആരോടാണ് സംസാരിക്കുന്നത്, യു. ഓർ ഇസ് ബീൻ സ്പോക്കൺ അബൌട്ട്, ആരെ കുറിച്ചാണ്. മനസ്സിലായ ഡിഫറൻസസ്? ആരോടാണ് സംസാരിക്കുന്നത്, ആരാണ് സംസാരിക്കുന്നത്, ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നമുക്ക് നൗൺ പ്രോണൗണും പറഞ്ഞുതരും. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് നൗൺസ് ആൻഡ് പ്രോണൗൺസ്. അണ്ടർസ്റ്റുഡ്? ഇനി ഒരു പാരഗ്രാഫാണ് തന്നേക്കണത്. നെക്സ്റ്റ് ആക്ടിവിറ്റിയിൽ ആ പാരഗ്രാഫ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് വായിച്ചിട്ട് ഫിൽ ഇൻ ദ ടേബിൾ ബിലോ. ടേബിൾ ഫിൽ ചെയ്യാനാണ് പറഞ്ഞേക്കണം. ഓക്കെ, ടേബിൾ പാരഗ്രാഫ് മിസ് ഒന്ന് സ്പീഡിൽ വായിക്കാവേ. ഓൾറെഡി മിസ് ഇതിന്റെ അർത്ഥമൊന്നും പറയാനില്ല, കാരണം മിസ് എന്താണ് ഓൾറെഡി നമ്മൾ ഈ സ്റ്റോറി ഇപ്പൊ കുറെ പ്രാവശ്യമായി പറയുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത് ഇംഗ്ലീഷ് കേട്ടാലും മനസ്സിലാവും ഇല്ലേ? The Archduke ordered all the courtiers to assemble in the hall. Till addressed them, "My lord, ladies and gentlemen, the picture is ready. You will now be able, as I draw the curtains, to see how well I have done my work. You can all admire my work, but I must warn you that there is something very special about this picture. Only those among you who have noble blood in your veins will be able to see this painting." അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇതാണ് പാരഗ്രാഫ്. ഇനി ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ നമുക്ക് എന്താണുള്ളത്, സിംഗുലർ നൗൺസും ഉണ്ട്, പ്ലൂറൽ നൗൺസും ഉണ്ട്. അതിൻ്റെ സിംഗുലർ ഫോമും പ്ലൂറൽ ഫോമും അത് കുറേ സ്പേസ് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ പ്ലൂറൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ പാരഗ്രാഫിലുള്ള സിംഗുലർ നൗൺസ് ആണ് ഈ കോളത്തിലുള്ളത്. അതിൻ്റെ പ്ലൂറൽ ഫോംസ് എഴുതാം. ആർച്ച് ഡൂക്കിൻ്റെ പ്ലൂറൽ എന്താ? ഓക്കെ, അത് നമുക്ക് ആർച്ച് ഡൂക്സ് ആണ്. ആർച്ച് ഡൂക്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണേ. ഇനി ടിൽ ഒരു നൗൺ ആണ്. ടിൽ എന്ന് പറയുന്നത് ഇപ്പൊ വേറൊരാൾക്കും ടിൽ എന്ന് പേരുണ്ടാവാം, പക്ഷേ ടിൽസ് എന്ന് നമ്മൾ പറയോ? ഇല്ലല്ലോ, ടില്ല് തന്നെയല്ലേ പറയുള്ളൂ. അല്ലെങ്കിൽ ഡിഫറെന്റ് ടിൽ ആർ ദെയർ എന്ന് പറയാം. ടില്ല് എനിവേ ടില്ല് തന്നെയാണ്. ഹോളിന്റെ പ്ലൂറൽ ഫോം എന്താണ്? ഇറ്റ് ഇസ് ഹോൾസ്. ഓക്കെ, ലോർഡ് എന്താണ്? ലോർഡ്സ്. പിക്ചറോ? പിക്ചേഴ്സ് ആയില്ലേ. പെയിന്റിങ് എന്താണ്? പെയിന്റിങ്സ്. മനസ്സിലായോ? ഇത് എസ് ആഡ് ചെയ്തിട്ട് ആക്കാൻ പറ്റി. ചിൽസ് എന്ന് പറയില്ല നമ്മൾ, അതുകൊണ്ടാണ് മിസ് ടില്ല് വയ്ക്കുക. ഇനി ഇവിടെ പ്ലൂറൽ ഫോംസ് ആണ് തന്നേക്കുന്നത് പാരഗ്രാഫിലുള്ളത്. മിസ് ഇപ്പൊ ജസ്റ്റ് വായിച്ചില്ലേ ആ പാരഗ്രാഫിലുള്ളത്. അതിന്റെ സിംഗുലർ ഫോം എഴുതാനാണ് നമ്മളിവിടെ പറഞ്ഞേക്കണത്. കോട്ടിയേഴ്സിനെ നമ്മൾ എന്ത് എഴുതും? കോട്ടിയർ എന്നാക്കും. ലേഡീസിനെ നമ്മൾ ലേഡി ആക്കും. ജെന്റിൽമെന്നെ നമ്മൾ ജെന്റിൽമാൻ ആക്കും. കർട്ടൻസിനെ നമ്മൾ കർട്ടൻ ആക്കും. കർട്ടൻ എന്നൊന്നും പറയരുത്, കർട്ടൻ ആണേ. വെയിൻസിനെ നമ്മൾ വെയിൻ എന്ന് പറയും. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പ്ലൂറൽ ആൻഡ് സിംഗുലർ ഫോംസിനെ കൺവേർട്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന്. അപ്പം നമ്മളിപ്പോൾ പഠിച്ച അതേ പ്ലൂറൽ സിംഗുലർ ഫോംസ് ഓഫ് നൗണും പ്രോനൗണിൻ്റെ നമ്മൾ പഠിച്ചു. അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റി തന്നെയാണിത്. Now write down your observation on how plural forms are derived from singular noun. സിംഗുലർ നൗണിൽ നിന്ന് പ്ലൂറൽ നൗൺ ആകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യണം? ക്യാൻ യു ക്ലാസിഫൈ ദം ഇൻ ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ്? വിച്ച് ആർ ദേ? അപ്പം നമ്മളിവിടെ പ്ലൂറൽ ഫോം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തേ? മിക്കതും നമ്മൾ എസ് ആഡ് ചെയ്തു അല്ലേ. ഇപ്പൊ കോട്ടിയറിനെ നോക്കിയേ, കോട്ടിയേഴ്സ് എന്ന് പറയുമ്പോൾ കോട്ടിയേഴ്സ് ആയി, എസ് ആഡ് ചെയ്തു. പക്ഷെ ഇവിടെ നോക്കിയേ, ലേഡീസ് ആയി അല്ലേ. കംപ്ലീറ്റ്ലി നമ്മൾ വൈ മാറ്റിയിട്ട് IES ആഡ് ചെയ്തു. വ്യത്യാസം വന്നില്ലേ? ജെന്റിൽമെന്നും മാൻ ആണ്, മാൻ എന്നുള്ളത് മെന്നായി. മനസ്സിലായോ വ്യത്യാസം? അതാ, അങ്ങനെ ചിലതിന് നമുക്ക് എസ് ആഡ് ചെയ്യാം. അപ്പം നമുക്ക് പ്ലൂറൽ കിട്ടാൻ വേണ്ടി നമുക്ക് ആഡിങ് എസ് ടു ഗെറ്റ് പ്ലൂറൽ ചെയ്യാം. അല്ലെങ്കിൽ ഇറഗുലർ പ്ലൂറൽ നൗൺസ് ഉണ്ട്. ഇറഗുലർ പ്ലൂറൽ നൗൺസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇറഗുലർ പ്ലൂറൽ നൗൺസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നൈഫാണ് നൈഫിന്റെ പ്ലൂറൽ എന്താ? എസ് ആഡ് ചെയ്യട്ടെ ഞാൻ. എസ് ആഡ് ചെയ്ത് എന്താവും അത്? ഇതാണോ നൈഫിന്റെ പ്ലൂറൽ? നൈഫ്സ് ആണ്. പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണ്, പക്ഷെ സ്പെല്ലിംഗ് അങ്ങനെയല്ല.
ദിസ് ഇസ് ദ റൈറ്റ് വൺ, ദിസ് ഇസ് ദ റോങ് വൺ അല്ലേ. നമുക്ക് എസ് ആഡ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം എന്തായി, KNI ഉണ്ട്, KNI ഉണ്ട്. ഇത് നോക്കിയേ, FE മാറി നമുക്ക് VES ആയി. FE മാറി നമുക്ക് VES ആയില്ലേ. അപ്പോൾ അതാണ് ഇറഗുലർ ഫോം. ഇപ്പൊ ചൈൽഡ് എന്നാണെങ്കിൽ ഇപ്പൊ ചൈൽഡ് എന്ന് തന്നെയാണെങ്കിൽ എന്താവും, ചൈൽഡ് എന്താണ് ആവണ, ചിൽഡ്രൻ ആവൂലേ. ചൈൽഡ്സ് എന്നല്ലല്ലോ തന്നെ, ചിൽഡ്രൻ അതല്ലേ പ്ലൂറൽ ഫോം. ഇപ്പോൾ REN ആഡ് ചെയ്തു. സോ ഇറഗുലർ പ്ലൂറൽ ഫോംസിന്റെ എക്സാമ്പിൾ ആണ് മിസ് ഇപ്പൊ പറഞ്ഞു തന്നത്. ക്ലിയർ? അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി അതിന്റെ തന്നെ സെയിം തേർഡ് ആണ്, ക്ലാസിഫൈ ദ നൗൺസ് ഇൻ ദ പാസേജ് ആസ് നൗൺസ്, noun phrases in the subject position and nouns or noun phrases in the object position and fill in the table. One is done for you. ഒരെണ്ണം നമുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ആർച്ച് ഡ്യൂക്ക് ഒക്കെ സെയിം പാരഗ്രാഫില്ലേ, നമ്മൾ ഈ പാരഗ്രാഫ്, ഏത് പാരഗ്രാഫാണ്, ഈ പാരഗ്രാഫിലുള്ള നൗൺ ഫോംസിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നൗൺ ഫ്രേസസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ എന്ന് പറയുമ്പോൾ ആർച്ച് ഡ്യൂക്ക് ആണ്, പിന്നെ ടില്ല്, പിന്നെ യു. പിന്നെ നൗൺ ഫ്രേസസ് ഇൻ ദ ഒബ്ജക്ട് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഓൾ ദ കോട്ടിയേഴ്സ്, ദം, മൈ വർക്ക് ഒക്കെയാണ് നൗൺ ഫ്രേസ് വരുന്നത്. സോ ദാറ്റ് വാസ് ദ ആക്ടിവിറ്റി റിലേറ്റഡ് ടു ദ സെയിം പാരഗ്രാഫ്. ആ സെയിം പാരഗ്രാഫിനെ റിലേറ്റ് ചെയ്തിട്ടാണ് എങ്ങനെയാണ് സിംഗുലർ ആൻഡ് പ്ലൂറൽ നൗൺസ് ഡെറൈവ് ചെയ്യണേന്നും ഇറഗുലർ പ്ലൂറൽസ് എങ്ങനെയാണ് ഫോം ചെയ്യണേന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയത്. ക്ലിയർ? ഇനിയുള്ളത് നെക്സ്റ്റ് ആക്ടിവിറ്റിയുടെ ഇതാണ്, ദാറ്റ് ഇസ് ലെറ്റ്സ് എഡിറ്റ്. എഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എന്തോ കറക്ഷൻ ഉണ്ട് അല്ലേ, അതാണ് എഡിറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയോ എറേഴ്സ് ഉണ്ട്, അത് എഡിറ്റ് ചെയ്യണം. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോണത്. റീഡ് എ പാരഗ്രാഫ് റിട്ടൺ ബൈ സുനിൽ, എ സ്റ്റുഡൻറ് ഓഫ് ക്ലാസ് 8. There are some errors in it which are underlined. Help Sunil to edit the errors. ആ എറേഴ്സ് എഡിറ്റ് ചെയ്യാനൊന്ന് ഹെൽപ്പ് ചെയ്യണം സുനില. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം സുനില. എന്താണ് ടിൽ റീച്ച്, ഞാൻ ഇതിൽ എഴുതിയേക്കണ പോലെ തന്നെ വായിക്കുവാണേ. ടിൽ റീച്ച് അത് അവിടെ ഒരു ഫിൽ ചെയ്യുന്ന ലൈനാണ്. ഓക്കെ. The palace of the Archduke of Battenberg. He had to wait there for some time. The captain, second fill in the blanks വന്നു. The captain of the guards എന്ന് വായിക്കോ അതിനാ നോക്കാം. Was play chess with his friends. He stopped till on the gate and asked why he came over there. Till show the captain a pit cure he had drawn and asked to let him into the place. മനസ്സിലായല്ലോ? ഇവിടെ ഇത്രയും സാധനങ്ങൾ തെറ്റാണ്, അതുകൊണ്ടാണ് അത് റെഡി കൊടുത്തേക്കുന്നത്. ഇനി അത് ശരിയാക്കിയായിട്ടുള്ള എങ്ങനെ വരും? ഇതെന്താണ്? ടില്ലിന്റെ ഫസ്റ്റ് വൺ എന്താണ്? റീച്ച്ഡ് അല്ലേ? റീച്ച്ഡ്. ടിൽ റീച്ച് ദ പാലസ് ഓഫ് ദ ആർച്ച്ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്. ഹി ഹാഡ് ടു വെയിറ്റ് ദെയർ ഫോർ സം ടൈം. ഇതിന്റെ മിസ്റ്റേക്ക് എന്തായിരുന്നു? അത് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തില്ല എന്നുള്ളതാണ് കേട്ടോ മിസ്റ്റേക്ക്. ദ ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. GUARDS ഗാർഡ്സ്. വാസ് പ്ലേ അല്ല പ്ലേയിങ്, അതായിരുന്നു നെക്സ്റ്റ് മിസ്റ്റേക്ക്. ദെൻ എന്തായിരുന്നു? ഹി സ്റ്റോപ്ഡ് ടിൽ ഓൺ ദ ഗേറ്റ്. അറ്റ് ദ ഗേറ്റ്, ഓൺ അല്ലല്ലോ, ഗേറ്റിന്റെ പുറത്തൊന്നും നിർത്തിയിട്ടാണോ ചെയ്തത്? അല്ലല്ലോ, അറ്റ്. ഓക്കെ. ദെൻ ടിൽ ഷോഡ് ദ ക്യാപ്റ്റനെ പിറ്റ്കിയർ ആണോ കാണിച്ചത്? അല്ലല്ലോ, പിക്ചർ അല്ലേ? അതല്ലേ കറക്റ്റ്? മനസ്സിലായോ? ഇതായിരുന്നു മിസ്റ്റേക്സ്. ഇവിടെ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തതുണ്ട്. ഓക്കെ. Till reach the palace of the Archduke of Battenberg, he had to wait there for some time. The captain of the guards was playing chess with his friends. He stopped till at the gate and asked why he came over there. Till show the captain a picture he had drawn and asked to let him into the palace. ആണ് നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് എഴുതുമ്പോൾ നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. The last thing, ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടിലോട്ട് നമ്മൾ എത്തി. ലെറ്റ്സ് പ്ലേ വിത്ത് ലാംഗ്വേജ്. എങ്ങനെയാണ് ലാംഗ്വേജ് ആയിട്ട് കളിച്ചാലോ? നോക്കാം. ഹിയർ ആർ ഫ്യൂ ഫണ്ണി ക്വസ്റ്റ്യൻസ്. അപ്പൊ കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ് ആണ്. ഹിയർ ആർ എ ഫ്യൂ ഫണ്ണി ക്വസ്റ്റ്യൻസ്. ട്രൈ ടു ആൻസർ ദം. ഇഫ് യു കനോട്ട് ഗെസ് ദ ആൻസർ ഫ്രം ദ ജംബിൾ വേർഡ് ഗിവൺ അഗെയിൻസ്റ്റ് ഈച്ച് ഓഫ് ദം. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഫണ്ണി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിന് ആൻസർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണം. കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് ജംബിൾ വേർഡ്സ് തന്നിട്ടുണ്ട്. ജംബിൾ വേർഡ്സ് എന്താണ്? വേർഡ്സ് പ്രോപ്പർ ആയിരിക്കില്ല,
സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള പോലെ തന്നെയാണ്. പക്ഷെ ആ വേർഡ്സ് അങ്ങോട്ടും മാറ്റിയൊക്കെ ഇട്ട് വരുമ്പോൾ എന്ത് പറ്റും, വി വിൽ ഗെറ്റ് എ കറക്റ്റ് വേർഡ്. നമുക്കൊരു കറക്റ്റ് വേർഡ് കിട്ടും. അതിനെയാണ് നമ്മൾ ജംബിൾ വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജംബിൾ വേർഡ്സ് ക്ലൂ ഉണ്ട്, ഫണ്ണി ക്വസ്റ്റ്യൻസും ഉണ്ട്. നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ? വിൽ ട്രൈ അല്ലേ? നമുക്ക് ട്രൈ ചെയ്യാവേ. വാട്ട് ക്യാൻ യു ക്യാച്ച് ബട്ട് കനോട്ട് ത്രോ? നമുക്ക് എന്തോ പിടിക്കും, പക്ഷെ നമുക്കത് എറിയാൻ പറ്റില്ല. എന്താണ് പിടിക്കണത് പക്ഷെ അറിയാൻ പറ്റാത്ത സാധനം? ഇവിടെ സ്പെല്ലിംഗ് തന്നേക്കണത് ODLC. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നോക്കിയേ, എന്താവും? നമുക്ക് പിടിക്കും പക്ഷെ എറിയാൻ പറ്റാത്ത ഒരു സാധനം എന്ന് പറയുന്നത് കോൾഡ് ആണ്. ജലദോഷം പിടിക്കൂലേ, പക്ഷെ അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ കോൾഡ് ആണ്. അറിയാൻ പറ്റുന്നൊന്നും പറഞ്ഞേക്കല്ലേ, അറിയാൻ പറ്റില്ല. ഓക്കെ, കോൾഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് റൂം ഹാസ് നോ ഡോർസ് ഓർ വിൻഡോസ്? ഏതോ ഒരു റൂം ഉണ്ട്, ആ റൂമിന് എന്താണ്, ഡോറും ഇല്ല വിൻഡോ ഇല്ല. എന്താണ് ആ റൂം? ഇവിടെ ഓപ്ഷൻ തന്നേക്കണ ജംബിൾ വേർഡ് എന്ന് പറയുന്നത് SMOMURHO. എന്താണ് ആ സാധനം? മഷ്റൂം. കേട്ടിട്ടുണ്ടോ? കൂണില്ലേ നമ്മുടെ, അതാണ് മഷ്റൂം. അപ്പൊ മഷ്റൂമിന് എന്താണ്, റൂം ഉണ്ട് പക്ഷെ അവിടെ ഡോറില്ല വിൻഡോ ഇല്ല അല്ലേ, നമുക്ക് താമസിക്കാനും പറ്റില്ല കേട്ടോ. വാട്ട് ഈസ് ഓറഞ്ച് ഇൻ കളർ ആൻഡ് സൗണ്ട്സ് ലൈക്ക് എ പാരറ്റ്? എന്തോ ഒരു സാധനം ഓറഞ്ച് ഇൻ കളർ ആണ്. ഓക്കെ, സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പാരറ്റ് എന്ന സൗണ്ടുമായിട്ട് സിമിലർ ആണ് ആ പേര്. പാരറ്റ് എന്ന് പറയുമ്പോൾ ഒരു റൈമിംഗ് വേർഡ് എന്താ, ഒരുമിച്ച് പറയുമ്പോൾ ഒരുപോലെ കേൾക്കുന്ന വേർഡിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സ്പെല്ലിംഗ് തന്നേക്കണേ നോക്കാം നമുക്ക്. RTRAOC. എന്താണത്? ക്യാരറ്റ്. ക്യാരറ്റ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ക്ലിയർ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ഹാസ് 4 fingers and a thumb but it's not living? 4 വിരലും ഉണ്ട്, ഒരു തമ്പും ഉണ്ട്, അതായത് 5 വിരല്, പക്ഷെ അതിന് ജീവനില്ലെന്ന്. എന്താണ് ആ സാധനം? ഇവിടെ ഓപ്ഷൻ തന്നേക്കണത് ELOGV. എന്താണത്? ഇറ്റ് ഈസ് ഗ്ലൗ. നമ്മ കയ്യിലിടുന്ന ഗ്ലൗസ് ഇല്ലേ, അതാണേ ഗ്ലൗ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണത്? വാട്ട് ലൂസസ് ഹിസ് ഹെഡ് ഇൻ ദ മോർണിംഗ് ആൻഡ് ഗെറ്റ്സ് ഇറ്റ് ബാക്ക് അറ്റ് നൈറ്റ്? രാവിലെ തല ഉണ്ടാവില്ല, രാത്രി തല തിരിച്ചു കിട്ടും. എന്താണ് ആ സാധനം? ഓപ്ഷൻ തന്നേക്കണത് LOPWIL എന്നാണ്. ഇവിടെ കറക്റ്റ് ആൻസർ വരിക പില്ലോയാണ്. ഇപ്പൊ മിസ് പില്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും ഞങ്ങൾ രാവിലെയും കിടന്നുറങ്ങാറുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുള്ളവർ അങ്ങനെ ഉറങ്ങില്ലായിരുന്നായിരിക്കും. ഓക്കെ, എനിവേ ദ പില്ലോ ആണ്. പില്ലോ ഇസ് ദ റൈറ്റ് ആൻസർ. സോ ബൈ ദിസ് ഓൾ ദ ആക്ടിവിറ്റീസ് ആർ ഓവർ. എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തു. സ്പീക്ക് കഴിഞ്ഞു, റിവിസിറ്റ് കഴിഞ്ഞു, വൊക്കാബുലറി കഴിഞ്ഞു, ഗ്രാമർ പഠിച്ചു, അവസാനം ഫണ്ണുമായി. ഇതൊരു ഫൺ ആക്ടിവിറ്റി ആയിരുന്നില്ലേ? ആ ബോറടിയൊക്കെ ഒന്ന് മാറി, ഒന്ന് ഉഷാറായില്ലേ? ബ്രെയിനൊക്കെ ഒന്ന് ആലോചിച്ചെടുത്തു, എന്തൊക്കെയോ കണ്ടുപിടിച്ചു അല്ലേ? സോ ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ദിസ് ചാപ്റ്റർ ആൻഡ് ഓൾ ദ ആക്ടിവിറ്റീസ്. അല്ലേ, മനസ്സിലായില്ലേ? സ്റ്റോറി മനസ്സിലായി, ആക്ടിവിറ്റീസ് മനസ്സിലായി, എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ചിൽഡ്രൻ.